മ്യൂച്വൽ ഫണ്ടുകളുടെ ഇക്വിറ്റി സ്കീമുകളിലും അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഷെയർസ് വാങ്ങിയ ഇൻവെസ്റ്റേഴ്സിന് കഴിഞ്ഞ 2 മാസമായിട്ട് അവർ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂവിൽ നിന്ന് ഒരുപാട് കുറവുകൾ വന്നിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത പല ഇൻവെസ്റ്റേഴ്സിനും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിൽ നിന്ന് 20 മുതൽ 40% വരെയൊക്കെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തവർ, ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ നഷ്ടത്തിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കൂടുതലാണ്. പല കമ്പനികളുടെ ഷെയറുകളും 20% മുതൽ 40% കൂടുതൽ വരെയും ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഡയറക്റ്റ് ആയിട്ട് നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികളുടെ നിക്ഷേപ തുകയിൽ വന്നിരിക്കുന്ന കുറവെന്ന് പറയുന്നത് ഏകദേശം 10%. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ് ആയ നിഫ്റ്റിയും BSE സെൻസെക്സും ഈ 2 മാസ കാലയളവിൽ ഏകദേശം 10% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നിങ്ങൾ നിക്ഷേപം നടത്തിയിട്ടുള്ള ലാർജ് ക്യാപ് ഫണ്ടുകളോ അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ്, മൾട്ടി ക്യാപ്പ് ഫണ്ടുകളുടെ NAVയിൽ ഒരു 4 മുതൽ 10% വരെയും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആകുന്ന സാഹചര്യത്തിൽ കൂടുതൽ നഷ്ടം സംഭവിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഷോർട്ട് ടൈമിൽ ഇതേപോലെ മാർക്കറ്റിൽ വരുന്ന കറക്ഷൻസ് ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് നല്ല നല്ല സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലോ നിക്ഷേപം നടത്തുകയാണ് ചെയ്യേണ്ടത്. BSE സെൻസെക്സ് ഏകദേശം 85,000 പോയിന്റോളം ഉയർന്നതിന് ശേഷം ഞാനിപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 77,500 ട്രേഡ് ചെയ്യുന്നത്. 2020 ജനുവരി മാർച്ച് കാലങ്ങളിൽ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികൾക്ക്, അതായത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ലാർജ് ക്യാപ് ഫണ്ടോ, മിഡ് ക്യാപ് ഫണ്ട്, ഫ്ലെക്സി ക്യാപ് ഫണ്ട്, മൾട്ടി ക്യാപ് ഫണ്ട് ഇതേപോലെയുള്ള ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിരുന്ന ഇൻവെസ്റ്റേഴ്സിന് ഏകദേശം 20 മുതൽ 40% വരെയും നഷ്ടം സംഭവിച്ചിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ച ആ നഷ്ടം ഏകദേശം 3 അല്ലെങ്കിൽ 4 മാസങ്ങൾ കൊണ്ട് റിക്കവർ ചെയ്യുകയും അവരുടെ നിക്ഷേപം 2 or 3 വർഷങ്ങൾക്ക് ശേഷം അത് 2 ഇരട്ടിയോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിരിക്കുന്ന കറക്ഷനിൽ ഓൺ ആൻ ആവറേജ് ഒരു 10% ലാർജ് ക്യാപ്, ഫ്ലെക്സി ക്യാപ്, മൾട്ടി ക്യാപ്പ് ഇതേപോലെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് നോഷണലായിട്ട് വന്നിരിക്കുന്ന നഷ്ടം. സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടുകൾ, എസ്പെഷ്യലി ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളിലൊക്കെ നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികൾക്ക് ഏകദേശം ഈ കാലയളവിൽ 16 മുതൽ 20% വരെ അവർ നിക്ഷേപിച്ചിരുന്ന തുകയിൽ കുറവ് വരികയോ അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ലാഭത്തിൽ നിന്ന് കുറവ് വരികയോ ചെയ്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് റീസെൻ്റ് ആയിട്ട് ഒരു ഡൗൺവേർഡ് ട്രെൻഡിലാണ്. ഇത് എത്ര വരെയും കറക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഷുവറില്ല. ചൈന അവരുടെ രാജ്യത്ത് പ്രഖ്യാപിച്ച സ്റ്റിമുലസ് പാക്കേജ് അതിനെ പിന്തുടർന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഏകദേശം 1,10,000 കോടി രൂപയിൽ കൂടുതലുള്ള നിക്ഷേപം പിൻവലിച്ച് ചൈനയിലേക്കും, അതോടൊപ്പം തന്നെ ട്രംപ് അധികാരത്തിൽ വരുമെന്നുള്ള സൂചന ലഭിച്ചത് കാരണം അമേരിക്കൻ മാർക്കറ്റിൽ നിക്ഷേപം നടത്തിയാൽ കൂടുതൽ ലാഭമുണ്ടാകാം എന്നുള്ള പ്രതീക്ഷയിൽ US മാർക്കറ്റിലേക്കും, അതോടൊപ്പം തന്നെ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവർ നിക്ഷേപം നടത്തിയിരിക്കുന്ന എമർജിംഗ് മാർക്കറ്റിൽ നിന്നും ഡെവലപ്ഡ് മാർക്കറ്റുകളിൽ നിന്നുമൊക്കെ അവർ പണം പിൻവലിച്ച് US നിക്ഷേപത്തിനായി കൊണ്ടുപോകുന്നു എന്നറിയാം. ഈ റീസെൻ്റ് ആയിട്ട് പിന്നെയും വന്നിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ്, ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം കൂടിക്കൂടി വരുന്നു. അതോടൊപ്പം തന്നെ അദാനി കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോ സംഭവിക്കുന്ന കാര്യങ്ങളും വലിയ രീതിയിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഉപകാരപ്രദമായിട്ടുള്ള 1100-ൽ കൂടുതൽ വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, ഫിനാൻഷ്യൽ പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള, റിട്ടയർമെൻറ്റ് പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള, എസ്റ്റേറ്റ് പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1,10,000-നും 1,20,000 കോടിക്കും ഇടയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിഡ്രോ ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയപ്പോഴും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പിടിച്ചു നിർത്തുന്നത്
നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ്. മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50,000 കോടി രൂപയിൽ കൂടുതലുള്ള നിക്ഷേപമാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ കഴിഞ്ഞ മാസം റിസീവ് ചെയ്തത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു എക്സ്റ്റെൻഡ് വരെയും പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ നിലനിർത്തുന്നത് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സായ മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് കമ്പനികൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ്. മാർക്കറ്റിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് പല അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും അവരുടെ മ്യൂച്വൽ ഫണ്ടുകളിൽ കളക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ ഒരു വലിയൊരു പോർഷൻ ക്യാഷായിട്ട് കീപ്പ് ചെയ്യുന്നു എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു റിക്കവറി വരുന്ന സമയത്ത് ഈ ഫണ്ട് അവർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ പല പ്രമുഖ കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് എക്സ്പെക്റ്റേഷൻ ഒത്ത് വരാത്തത് കാരണവും അതും മാർക്കറ്റിനെ ബാഡായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഇതേപോലെ വരുന്ന ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ ഒരവസരമായിട്ട് മുതലാക്കി നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുകയോ അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത കമ്പനികളുടെ സ്റ്റോക്കുകളിൽ നിക്ഷേപം നടത്തി ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻവെസ്റ്റേഴ്സിൻ്റെ മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് കൂട്ടുന്നതിനും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനും അതിൻ്റെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനും ഒരു ഇൻവെസ്റ്റർ അറിഞ്ഞിരിക്കേണ്ട മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സ്മാർട്ട് വെൽത്ത് പ്ലാനിംഗ് എന്ന പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ അവരിപ്പം നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതിന് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ പ്ലാനിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്, റിട്ടയർമെൻറ്റ് പ്ലാനിങ്, ഇൻഷുറൻസ് പ്ലാനിങ്, ടാക്സ് പ്ലാനിങ്, എസ്റ്റേറ്റ് പ്ലാനിങ്, ഇങ്ങനെ വിവിധ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ സ്മാർട്ട് വെൽത്ത് പ്ലാനിംഗ് എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ചേരുവാൻ താല്പര്യമുണ്ട് എങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്മാർട്ട് എന്ന് ഒരു മെസ്സേജ് അയയ്ക്കുക. അല്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ ചേരുവാനായിട്ടുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തും ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പറാകാം. നിങ്ങളൊരു സാധാരണ ഇൻവെസ്റ്റർ എന്ന നിലയിൽ സാധാരണ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിൽ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂവിനെ വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ നിക്ഷേപ തുകയിൽ വളരെ കുറവ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ആ സ്കീമിൻ്റെ ഡീറ്റെയിൽസും ആ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവും ഏത് തരത്തിലുള്ള സെക്യൂരിറ്റികളിലാണ് ആ ഫണ്ടുകൾ നിക്ഷേപം നടത്തുന്നത്, ആ ഫണ്ടിൽ നിക്ഷേപം നടത്തിയാലുള്ള റിസ്കുകൾ എന്താണ്, ഈ കാര്യങ്ങൾ പലപ്പോഴും സ്റ്റഡി ചെയ്യാതെയും അതിൻ്റെ കാര്യങ്ങളും അറിയാതെയാണ് പല നിക്ഷേപകരും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത്. ഈ വീഡിയോയിൽ എനിക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടി പോകുന്നത് കാരണം ഇതിൻ്റെ അടുത്ത പാർട്ടിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇതിനു മുന്നേ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾ, നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്കീമുകൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന സമയം കറക്റ്റാണോ, എന്തൊക്കെ കാര്യങ്ങളാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ സ്വന്തമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുകയാണോ നല്ലത്, അതല്ല എങ്കിൽ ഈ ഏരിയയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം നിങ്ങൾ നിക്ഷേപം നടത്തുകയാണോ നല്ലത്, ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ ആ വീഡിയോ കാണുക. ഇന്നത്തെ സാഹചര്യത്തിൽ പല നിക്ഷേപകരും ഫോളോ ചെയ്യുന്ന തെറ്റായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി, അവർ നിക്ഷേപം നടത്തുവാനായിട്ട് തിരഞ്ഞെടുക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ശരിക്കും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കീമാണോ എന്ന് നോക്കിയതിന് ശേഷമല്ല അവർ നിക്ഷേപങ്ങൾ നടത്തുന്നത്. മറ്റൊരാളുടെ പ്രേരണ കൊണ്ടോ അവരുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ ആ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നുണ്ട് എങ്കിൽ സോഷ്യൽ മീഡിയകളിൽ നിന്ന് ഗൂഗിളിലോ സെർച്ച് ചെയ്തോ, ഫേസ്ബുക്കിലും വാട്സപ്പിലും അതേപോലെ തന്നെ യൂട്യൂബിലും മറ്റും
കാണുന്ന വീഡിയോകളുടെയോ അല്ലെങ്കിൽ മെസ്സേജുകളുടെയോ ബേസിസിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികളുണ്ട്. പലപ്പോഴും ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് നഷ്ടം വരുത്തി തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 ലൈവ് എക്സാമ്പിളുകൾ തിരഞ്ഞെടുത്തിട്ട് അടുത്ത വീഡിയോയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തികളോ ആണെങ്കിൽ ആ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ള 1100-ൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച്, ഫൈനാൻസിനെ കുറിച്ച്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്ങിനെ കുറിച്ച്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് ആ വീഡിയോകൾ കാണുവാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങളിൽ യഥാസമയം എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടുമായിട്ട് കണ്ടുമുട്ടുന്നത് വരെയും നന്ദി, നമസ്കാരം.